ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രക്ഷാകര ചരിത്രത്തെ അനുസ്മരിക്കുന്ന വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കാനൊരുങ്ങുകയാണല്ലോ. ഈ ദിനങ്ങളിലെല്ലാം അവിടുത്തെ ത്യാഗത്തിൻ്റെയും നമ്മോടുള്ള സ്നേഹത്തിൻ്റെയും വലിയ മാതൃകകൾ തിരുവചനത്തിലൂടെ നാം ദർശിക്കുന്നുണ്ട്. തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അവിടുന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഇന്നേ ദിനം തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗത്തിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. അവിടുന്ന് തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തൻ്റെ പീഡാനുഭവത്തിൻ്റെ ദിനങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു. ഏൽപ്പിക്കപ്പെട്ടവയെല്ലാം രോഗശാന്തി നൽകുകയും അനേകരെ ആശ്വസിപ്പിച്ചും തൻ്റെ ദൗത്യം അവിടുന്ന് പൂർത്തീകരിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവ നാം പൂർത്തീകരിക്കുന്നുണ്ടോ? എത്രത്തോളം ത്യാഗമനോഭാവത്തോടെയാണ് ഈ നോമ്പ് കാലത്തിൽ നാം ചരിക്കുന്നത്? ഏൽപ്പിക്കപ്പെട്ടവ പൂർത്തീകരിക്കാതെ മറ്റുള്ളവരിലേക്ക് നടന്നു നീങ്ങാതെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളെ ഈ നോമ്പ് കാലത്തിൽ ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് നിർവഹിക്കാം. അങ്ങനെ ക്രൂശിതൻ്റെ വഴിയെ നമുക്കും നടന്നു നീങ്ങാം.